വെൽക്കം ബാക്ക്. പ്രമുഖ സംവിധായകനെതിരെ വനിതാ ചലച്ചിത്രകാരിയുടെ പരാതി. IFFK സ്ക്രീനിംഗിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറി. പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ചലച്ചിത്ര പ്രവർത്തകയുടെ മൊഴിയും രേഖപ്പെടുത്തി. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, IFFK സ്ക്രീനിംഗിനിടെയാണോ ഈ സംഭവം? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ വെച്ചാണ് സംഭവം. അതായത് കഴിഞ്ഞ മാസം ഏകദേശം ഒരു മാസത്തോളമായി ഈ സംഭവം നടന്നിട്ട് ചലച്ചിത്ര പ്രവർത്തക IFFKയുടെ ജൂറി അംഗമൊക്കെ ആയിട്ടുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകയാണ് സ്ക്രീനിങ്ങിന്റെ ഭാഗമായി ഹോട്ടലിലേക്ക് ചെന്നത്. അവിടെ കുറച്ച് ദിവസങ്ങളായി തന്നെ സ്ക്രീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക, സ്ക്രീനിങ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ക്രീനിങ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒരു മുതിർന്ന സംവിധായകൻ, ഒരു പ്രമുഖ സംവിധായകനാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ചലച്ചിത്ര പ്രവർത്തകയെ മുറിയിലേക്ക് വിളിച്ചു വരുന്നത്. അതേ ഹോട്ടലിൽ തന്നെയുള്ള മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. മുറിയിൽ കടന്നുടൻ തന്നെ ഇയാൾ കടന്നുപിടിക്കുകയായിരുന്നു, വളരെ മോശമായി പെരുമാറുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ആദ്യം ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതി നിലവിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാഥമിക അന്വേഷണം നടത്തി പൂർത്തിയായി ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെളിഞ്ഞാൽ ഉറപ്പായും കേസെടുക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ ഈ ഹോട്ടലിൽ ചില പരിശോധനകൾ നടത്തി ചലച്ചിത്ര പ്രവർത്തകയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു. അതിൽ ഈ ഒരു കോറിഡോറിൽ കൂടി സംവിധായകൻ നടന്നു പോകുന്നതും ഒപ്പം ഈ ചലച്ചിത്ര പ്രവർത്തക പോകുന്നതുമായിട്ടുള്ള ചില ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഇതിൽ കേസെടുക്കുന്നതിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ മാസം ഒക്കെ വളരെ സജീവമായി നടന്ന IFFKയുടെ സ്ക്രീനിംഗ് പ്രക്രിയക്കിടെയാണ് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു അനുഭവം തനിക്ക് നേരിട്ട് എന്നുള്ളതാണ് ചലച്ചിത്ര പ്രവർത്തക പറയുന്നത്. പോലീസിന് നൽകിയ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു, അതായത് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ നിയമ നടപടിയായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ചലച്ചിത്ര പ്രവർത്തക പോലീസിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുജയ, ശരി, വിവരങ്ങൾ നൽകിയത് ഹരിമോഹനാണ്.